കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? മല. മല. കുഞ്ഞിന്റെ പേര് മല. മലയല്ലടാ, കുന്ന്. കുന്ന്. നിന്റെ അമ്മയുടെ 14 നടന്നില്ലേ? ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വിടാത്ത ഏതെങ്കിലും മഹാരാജാക്കന്മാരുണ്ടാവോ? ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാവുമോ ഇട്ടുണ്ണാനെ? ആയേക്കും. മിക്കവാറും മഹാറാണിമാരാണ്. കളക്ടറെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഈ സാധനത്തെ ആദ്യമായിട്ടാ നേരെ കാണുന്നത്. ഇതിപ്പം തൊട്ടാ സാധാരണ ഒരു വയറൻ, അല്ലാതെ അവരുടെ വിചാരം കളക്ടർ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ആ പരട്ടാളി എന്റെ നേരെ വന്നാലുണ്ടല്ലോ, നിന്റെ പെങ്ങടെ മറ്റവനാണെന്ന് ഞാൻ നോക്കൂല. ലാത്തിയെടുത്ത് ഞാൻ കല്ലെറിഞ്ഞു. എന്താടോ ആരെ കൊല്ലുമെന്നാ താൻ വിളിച്ചു പോകുന്നേ? അല്ല ഞാൻ പറയാം. പറയല്ലേ. ഏതോ ഒരു കൊടിച്ചിപ്പട്ടി കുറെ കാലമായി എന്റെ അച്ഛനും ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ആ കൊടിച്ചിപ്പട്ടിയെ കണ്ടാൽ തല്ലി കൊല്ലാന്ന് ഞങ്ങൾ പറയായിരുന്നു. കഴുത്തി ബെൽറ്റ് ഇട്ട പട്ടിയാണോ? അല്ല, അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നമ്മള് തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട. നിങ്ങള് കുടുംബക്കാരല്ലേ? കുടുംബക്കാരൻ ഇതിന്റെ അകത്തേം കാലൂത്തില്ല. ഈ കള്ളന്മാരുടെ കൂടെ ഒരു കൊച്ചു കള്ളനുണ്ടല്ലോ, കൊച്ചുണ്ണി, അവനെ പൊക്കാനാണ് ഞാൻ വന്നത്. നാളെ കാവിലുത്സവല്ലേ, അതിനു മുമ്പ് അവന്മാരെയൊക്കെ പൊക്കി അകത്തിട്ടാലേ എനിക്ക് മനസ്സമാധാനമായിട്ട് പാപ്പിന് ശരി ചെലപ്പിന്റെ ബാല കാണാൻ കഴിയൂ. അകത്തേക്ക് കയറുന്നില്ലേ? ഓ, കൊറേ കാലം ഇതിനകത്ത് തന്നെ ആയിരുന്നല്ലോ. ഒന്ന് കയറിയേച്ചുമ്പോ എന്താ സ്വർണ്ണം ഇരിക്കുന്ന അവിടെ? ഇവളിപ്പോ അമ്മയുടെ മോളല്ലമ്മേ, ഒരു പോലീസുകാരന്റെ ഭാര്യ. ഇവിടെ കയറുന്നതിനേക്കാൾ അന്തസ് അവൾക്ക് ആ കള്ളന്റെ വീട്ടിൽ കയറുന്ന. അവിടെ നമ്മൾ എന്തെങ്കിലും അടിച്ചോണ്ട് പോവാലോ, അതിന് കേസും ഉണ്ടാവില്ല. ഇത്തരം ചീള് കേസിനോട് സംസാരിച്ച് നിന്റെ അന്തസ്സുകളെ. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി ഉടുത്താ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നേ. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഓ, അങ്ങ് തോന്നിച്ചോട്ടെ. ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായ കൂടുതലില്ലേ? മുണ്ടെന്നേരിത് മതിയായിരുന്നു. അതാ സെറ്റപ്പ്. സെറ്റപ്പ് അല്ല, ഗെറ്റപ്പാ. ഓ, പിന്നെ അയ്യേ, ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാൻ അങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും. ഇതാണ് മാച്ച്. സത്യസന്ധമായേ മറുപടി പറയാവൂ. ഉണ്ണികൃഷ്ണ, നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാവും ഉണ്ണികൃഷ്ണ? നീ അതൊക്കെ അവിടെ നിർത്തിയേ. എടാ, ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി, പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല? ഇല്ല. ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അത് വെയിറ്റ് ചെയ്യുന്നല്ലേ? അപ്പൊ അതൊന്നുമല്ല. ആലിലയിൽ കിടക്കും പുഴു. പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. നീല നിറത്തിലുള്ള വേണ്ട വേണ്ട, എല്ലാം മാക്കി. വെണ്ണ കട്ടു തിന്നുന്നവൻ. നിനക്ക് ഞാനില്ല, വിഷമിക്കല്ലേ നീ? സുന്ദര, വിഷമിച്ചിട്ടല്ല സാറ് ഷൂസ് ഇട്ട് ചവിട്ടികൾ എന്റെ കാലം. എത്ര വയസ്സായി? കഴിഞ്ഞ ചിങ്ങത്തിൽ 37. നിന്റെ കാര്യമല്ലോ ചോദിച്ചത്, പെങ്ങടാ. കുട്ടിക്ക് 25 വയസ്സായി. കണ്ടാൽ അത്രയും തോന്നൂലല്ലേ സാറേ? ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താശുപത്രി നിന്നും ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും. ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറുമില്ല. ഐ എം സോറി. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. കൊച്ചുനാൾ മുതലുള്ളതാ. എന്തിനാ സാറേ സ്റ്റേഷനിൽ കയറുമ്പോ അണ്ടർവെയറിൽ നിർത്തുന്നേ? സിനിമയിലും അങ്ങനെ തന്നെയാ. ഇതുപോലെ ചോദ്യം ചെയ്യാനാണെങ്കിൽ പാന്റ് ഷർട്ട് ഇട്ട് ചോദ്യം ചെയ്താ. ഇയാളിപ്പോ ചെല്ല്. ഇല്ല, ഞാൻ അതുകൂടി അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നന്നായി. പുഷ്കര സാർ, എന്താ സംശയമൊക്കെ മാറിയോ? എല്ലാ സംശയവും തീർന്നു. ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്ത് ഇറങ്ങുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? ഇനി ബോധം വന്നവരെ വെയിറ്റ് ചെയ്തി. ഗ്ലൂക്കോസ് പകുതിയായി. എടാ, ഇവൻ ആമ്പറിന് അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എടാ മോനെ, നീ ആരാണ്, എന്താണ്, ഊരും കൂടി എവിടെയാണ്, കാശപ്പ തരും, എത്ര നേരമാണോ ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയടാ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ? ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. താൻ പോയോ? ഞാൻ സാർ. അയ്യോ, എന്റെ കണ്ണി കുത്തിയേ. അയ്യോ
ശബ്ദം കേൾക്കുന്നത് താഴേന്നാണല്ലോ. അത് കണ്ണി കുത്തിയ വേദന കൊണ്ട് കുനിഞ്ഞു പോയതാണ് സാറേ. താൻ ഇരുന്നോളൂ. വേണ്ട സാറേ, ഞാനിവിടെ നിന്നോളാം. ആ സാറിന് കുടിക്കാൻ ചായയോ അതോ ക്യാപ്പിയോ? ഡീസന്റ് ആയിട്ട് ഒരു ചായ ആയിക്കോട്ടെ. ഇവിടെ എല്ലാം ഡീസന്റ് അല്ലേ സാറേ, നമ്മളൊക്കെ തറവാട്ടി പറഞ്ഞല്ലേ. ആ സാറിന് വിത്തൗട്ടോ വിത്തൗട്ടോ? വിത്തൗട്ട് ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, എനിക്കും വിത്തൗട്ടാ ഇഷ്ടം. ഈ ചൂട് കാലത്ത് വിത്തൗട്ടാണ് സാർ നല്ലല്ലേ അല്ലേ സാറേ? കണിയാരല്ലേ? അതെ, ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. ദാ നോക്കിക്കോളൂ, 2:30 മണിയായി. പോയിക്കോളൂ. ഓ സന്തോഷമായി. അതല്ല, ഒരു കല്യാണത്തിന് കുരുത്തം നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്നാ. അല്ല, പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്നാ. ഇതിനൊക്കെ പകല് വന്നുകൂടെ? സന്ധ്യ കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പാടില്ല. ചെറുക്കനെ മിഡ് നൈറ്റിലാ സെറ്റപ്പ് ആയത്. നാളെ ഏർലി മോർണിംഗിൽ വെഡിങ് നടത്തണം. എല്ലാം ചടപടേന്നായിരുന്നു. എന്താന്ന്? നമ്മള് ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നേ. എന്നാ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പോരായിരുന്നു. മതിയായിരുന്നു, വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞ്. കണിയാൻ സാറോ അങ്ങനെ പറയരുത്. ഛെ, വിവരങ്ങളൊക്കെ ദേ ഇത് പറയും. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. മഹാലക്ഷ്മി ആരാ? മോള ഭാര്യ ആയിരിക്കും അല്ലേ? നീ ഉറങ്ങാൻ പോവാണോ? അല്ല, തലകുത്തിക്കാൻ പോവാ. കിടന്നുണ്ടോ? ആ, പുതിയ രീതിയാ. എടാ കുട്ടാ. എന്തടാ പൊട്ട? എടാ, ആദ്യം ഉറക്കം, പിന്നെ പ്രണയം. ഈ രജനീകാന്ത് പടങ്ങളുടെ രീതി വെച്ച് ഇളയ കാന്താരി നിനക്ക് വിടുമെന്ന് ഉറപ്പാ. കല്യാണം മുടങ്ങി നിൽക്കുന്ന ആ മൂത്ത കാന്താരിയെ എനിക്ക് വീഴ്ത്തണം. അതിനെന്താടാ ഒരു വഴി? നടക്കുമ്പോ ഇടങ്കാലിട്ട് വീഴ്ത്തിയാ മതി, അല്ലെങ്കിൽ പഴത്തുലിട് നടുതലി വീണോളൂ. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറല്ലേ. അവളെ ഞാൻ എന്റെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരട്ടെ. കുട്ടാ, അവള് വരുന്നുണ്ടടാ, ഭ്രാന്തളയ വിത്ത് കളയ പോലെ. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയതിന്റെ പേരെന്തോന്ന്? ചക്കരമേന്ന നിന്റെ മോന്ത കണ്ടാലറിയാം നീ ഒരു പരമനാറിയാന്ന്. എന്റെ അച്ഛന്റെ ഇന്ന് നിങ്ങൾ എന്ത് വാങ്ങിച്ചോ അതെനിക്ക് മടക്കി തരണം. നിന്റെ അച്ഛൻ 2 മാങ്ങാണ്ടേ ഞാൻ തന്നത്. എടാ തിണ്ടി നക്കി കഴിവേറി പിശുക്കൻ തോമ എന്നോട് അവിടെ നിന്ന് ചോദിക്കണം. അതെന്റെ അച്ഛനാ. എന്താ വായിന്ന് പെട്ടെന്ന് വരുന്ന മാതിരി പറ. തുപ്പല്. നല്ലൊരു പേരുണ്ട്. ചാക്കോ അല്ല സഞ്ചി. ഞാൻ ചാക്കോ കേറ്റി. ഞാൻ സഞ്ചി ഇറക്കി. കൊള്ളാലോ കളി. അടുത്തത് പോലത്തെ. എന്റെ പേരാണ് ചാക്കോ കേറ്റി. കോലയിട്ട് നിൽക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തതാ, ആ കിളവന്റെ സന്തതിക്ക് പോകാൻ. സന്തതിയാ? മറ്റേ പദ്ധതിയില്ല, പദ്ധതി. എടാ, 70-ാം വയസ്സിലെ 16 അടിയന്തര ചടങ്ങ്. സപ്തതി. ആ, അങ്ങനെ പറയാം. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. അതെ, എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി വീട് പൂട്ടി താക്കോലായിട്ട് അങ്ങോട്ട് വന്നാ മതി. ഓ, കള്ളന്മാരുടെ ശല്യമുള്ള സ്ഥലം. ഓക്കെ. അയ്യോ, എന്റെ അമ്മോ, ചുമ്മാതല്ല കാരണവന്മാര് പറയുന്നത്. ജെട്ടി ഇട്ടിട്ടേ പാന്റ് ഇടാവൂന്ന്. ഇനി സിബൂരാൻ നേരത്തെ ഒരു കരച്ചിൽ ഉറപ്പാ. നിക്കാൻ പറ്റില്ല. എന്താണോ ഇവിടെ? എന്ത് പറ്റി? ഇയാൾക്കെന്നൊരു മൂഡ് ഔട്ട് പോലെ. ഔട്ടാണ് സാറേ. മൂട് മാത്രമല്ല, മൂടും അതിന്റെ നെയ്ബേഴ്സും ഒക്കെ ഔട്ടാണ്. ആരാ പറഞ്ഞ ഇവിടുത്തെ പിശാചികൾ ആണുങ്ങൾ ഉപദ്രവിക്കില്ലെന്ന്? ആണാണെന്ന് തെളിയിക്കാൻ ആകെ ഉണ്ടായതും കൂടി കരിഞ്ഞു പോയി. പൊക്കി വെച്ചിരുന്നോണ്ട് ഭാഗ്യത്തിൽ മുണ്ട് മാത്രം കത്തിയില്ല. ഇയാൾ എന്തൊക്കെ പറയുന്നത്? ഇയാൾ എന്തിനാ വന്നത്? എന്റെ കല്യാണം ക്ഷണിക്കാൻ. എന്നിട്ട് ക്ഷണിക്കുന്നില്ല? ഇനി എന്ത് ക്ഷണിക്കാൻ? എന്റെ അടിവേര് വരെ കത്തിപ്പോയില്ലേ. ബിരിയാണിക്ക് കൊടുത്ത അഡ്വാൻസ് വരെ വേസ്റ്റ് ആയി. എന്റെയോ ജീവിതം പോയി. സ്നേഹം കൊണ്ട് പറയാ, ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ. ചെകുത്താന്റെ കോട്ടയുടെ ചെകുത്താന്റെ കോട്ട. ഇരിക്കുന്ന സ്റ്റോറി ഒട്ടും വിശ്വസനീയമല്ല. ഇത് നേരിട്ട് കാണാതെ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നേ. ഓഹോ, അപ്പൊ താൻ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. ആ, അതെ. ശരി. തന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് ഇല്ലല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായി താൻ വിശ്വസിക്കുന്നല്ലേ ഉള്ളൂ. അതല്ലല്ലോ. മാണി ഇങ്ങോട്ട് എന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാനേ കേരള ടുഡേ MD-യുടെ വൈഫിന്റെ വളരെ അടുത്തൊരു ബന്ധുവാ. മുറയ്ക്കാൻ അറിയോ? അറിയാം. ഞാൻ വിചാരിച്ചു ഹിന്ദിനിക്ക് ചന്തി മാത്രം അറിയൂന്ന്. ചാന്ദിനിക്ക് ഹിന്ദി മാത്രം അറിയൂന്ന്. ഞാൻ ഒരുപാട് മീറ്റിംഗിലാണ്. അതെ അതെ അതെ. ഓക്കേ. എവിടെയോ നമ്മൾ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. ബസ് സ്റ്റാൻഡ്, ചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല. ബട്ട് ഐ ആം എ കോടീശ്വരൻ. കണ്ണിൽ കണ്ടാൽ ഹംസ മുതലാളി എന്ന് വിളിക്കും. ആരെ? എന്നെ. ഓ സർ, ഓർഡർ പ്ലീസ്. ആള് മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെയാ ഓടുന്നത്? സർ, ഓർഡർ പ്ലീസ്. ഞാനൊന്ന് ഓർഡർ ചെയ്യട്ടെ. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാർ ഇങ്ങനെ ശല്യം ചെയ്യരുത്. സൂര്യണ്ണ,
ഒരു അത്യാവശ്യം വന്നുകൊണ്ടാണ് എന്റെ പോക്കറ്റ് ഞാൻ 500 രൂപ അടിച്ചു പറ്റിയത്. അതല്ലടാ പോർക്കെ. പിന്നെ ആ ലാപ്ടോപ്പിൽ എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചെന്തിനാ? അതാണ് നല്ല പറഞ്ഞു ഞാൻ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യണമെന്ന്. ആ ഫോട്ടോ ഞാൻ എപ്പോ എടുത്തു വെച്ചാൽ എന്ത് ഉത്തരം പറയൂടാ കരുത്? അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോൾ എടുത്ത് അങ്ങനെ പറയണം. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? സോറി, ഞാൻ അളിയെന്നാ ഉദ്ദേശിച്ചത്. അളിയൻ. അത് മാത്രമല്ല, ഏതൊരു താടി പിശാച് വർമ്മേ കുർമ്മേ എന്താ ഡിസൈൻ ആരുടെ ബുക്കിലുണ്ടായിരുന്നാണ്. വിട്ടുകളിയാണ് നിന്നെ. എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് നിന്റെ മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു. ആ മറ്റേ പോപ്പിന്റെ കൂടെയുള്ള സെൽഫിയില്ലേ പോത്തെ അവന്മാര് പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ? ഇനി ഞാൻ ചെയ്യൂല. ഹലോ പയ്യൻ എന്റെ ഗ്ലാഡ് മീറ്റ് യു. എന്താ പേര്? കൊച്ചുവാസു. മുഖത്തെന്താ ഭാഗ്യരേഖ പോലൊരു പാട്? നാക്ക് പഠിക്കാൻ നേരത്ത് ഇറുക്കിലും ഉണ്ടതാണേ. അപ്പൊ തൊലിക്കെട്ടി തീരെ കുറവാണല്ലേ? ആ സാറ്, ഞാൻ കണ്ണപ്പൻ, ടെസ്റ്റർ കണ്ണപ്പൻ. ടെസ്റ്റവാ? എന്ത് സാധനവും ടെസ്റ്റ് ചെയ്യും. ഓഹോ, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങ് തന്നാ മതി. 5 മിനിറ്റിനുള്ളിൽ റിസൾട്ട് പറയും. ഞാൻ കുറെ ആളായി ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പഞ്ചസാര ഉണ്ടോന്നൊരു. ഓ, അതിട്ട് കുറഞ്ഞാൽ സാരമില്ല, വേഗം എടുത്തുണ്ടാ, ചൂടാറാതെ. പറ്റിയൊരു ചെറിയ പാത്രം വേണമല്ലോ. ചെറിയ പാത്രം തന്നെ, വലിയ പാത്രം തന്നെ ആയിക്കോട്ടെ. വേദില്ലു ചൂടാറാതെ. உள்ள போன ஒண்ணு பிரச்சனை ஆயிடுற. எதுக்கு பிரச்சனை? ஏன் பிரச்சனை? என்ன காரணத்துக்காக பிரச்சனை வருதுங்கிற? உள்ள போனா உத கொஞ்சம் ஜாஸ்தியா உழுந்துன்னு வையே. ஐயோ அம்மா அப்படின்னு ஒரு சவுண்ட கொடு. சவுண்ட் கட்ட நீ உள்ள சப்போர்ட்டுக்கு வருவீல்ல? நான் எதுக்கு சப்போர்ட்டுக்கு வர்றேன்? அவர் எதுக்கு சவுண்ட் கொடு சொல்ற? உத என்ன ரேஞ்சில உழுகுது? ஒத்தாள் உதைக்கிறாரா இல்ல குடும்பமே சேர்ந்து மொத்தமா உதைக்கிறான்னு தெரிஞ்சுக்கிறதுக்கு தான் இந்த சிக்னல். கட்டிக்கிறதுக்கு உனக்கு என்ன தகுதி இருக்கு? ஐஐடி கரக்பூர்ல எம்டெக் முடிச்சிட்டு ஆக்ஸ்போர்ட் யூனிவர்சிட்டியில எம்பிஏ பண்ணிட்டு வந்திருக்கேன். யோ, நீ ஒரு மொள்ள மாதிரி நான் ஒரு முடிச்சவு. पापा ये मर्द कौन होते हैं? बेटा जो घर की जिम्मेदारी संभालता है, जिसका घर में हुक्म चलता है. अच्छा, मैं भी मम्मी की तरह मर्द बनूंगा. जोर का झटका